പ്രിയ സുഹൃത്തുക്കളെ, പണ്ട് 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഹെഡ് ടീച്ചറും ക്ലാസ് ടീച്ചറും കണക്ക് ടീച്ചറുമായിരുന്ന വനിത. അപ്പൊ അവർ പറഞ്ഞ ഒരു കഥ, ഒരു തമാശ ഓർമ്മ വരികയാണ്. ഒരു പ്രശസ്ത ഗുണ്ട ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഗുണ്ട നാട്ടുകാരെല്ലാവരും ഇയാളെ ഭയപ്പെട്ടിരുന്നു. അപ്പൊ ഇയാൾ എന്ത് ചെയ്യാൻ മടിക്കാത്ത ഒരുത്തനാണ് എന്നൊരു പ്രൊപ്പഗണ്ട ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീട്ടിൽ ആളുകളൊക്കെയും ഇയാളെ ഭയപ്പെട്ടിരുന്നു. പക്ഷേ ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്, ഒരു പ്രത്യേക സ്ഥലത്ത് ഇദ്ദേഹം ചെന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളെ എല്ലാം വിളിക്കുന്നു. എന്താണ് പ്രശ്നം? ഇങ്ങ് വാ, പേടിയുടെ ആളിൽ ഇങ്ങ് വാ, പേടിയുള്ള ആളുകളെല്ലാം വന്ന് എന്റെ ചുറ്റും നിൽക്കുവിൻ എന്ന് പറഞ്ഞ് ആരൊന്നും പിടിക്കണ്ട, ഞാൻ നിങ്ങളുടെ കൂടിയുണ്ട്, എല്ലാവരും വന്ന് എന്റെ ചുറ്റും നിന്നോ എന്ന് പറഞ്ഞ് ആളുകളെ സംഘടിപ്പിച്ച് ഇയാൾ ചുറ്റും നിർത്തിക്കുന്നു. ഇങ്ങനെ ആളുകൾ വന്ന് നിൽക്കുമ്പോൾ ഇയാൾക്കുണ്ടാകുന്ന മെച്ചം, ഈ ആളുകൾക്കെല്ലാം തല്ലി കിട്ടിയതിന് ശേഷം മാത്രമല്ലേ ഇയാൾക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ഇതുപോലെ ഒരു തമാശ ഈയിടെ വീഡിയോയിൽ യൂട്യൂബിൽ കാണുകയുണ്ടായി. അപ്പൊ അത് ഒരു അക്കുപഞ്ചർ സംഘടനക്കാരൻ, അയാളുടെ ഒരു വീഡിയോ ആണ്. അപ്പൊ അക്കുപഞ്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം, ചൈനീസ് അക്കുപഞ്ചർ അല്ല, ഒരു തരികിട പരിപാടി. അപ്പൊ കേരളത്തിൽ നിരന്തര മരണം വിധിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ മുൻ വീഡിയോകളിൽ വ്യക്തമാക്കിയിട്ടുള്ള തരികിട ചികിത്സയാണ്. അപ്പൊ ആ ചികിത്സയിലെ ഒരു വിദ്വാനായിരിക്കണം എന്ന് തോന്നുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത്, മെഡിക്കൽ ലോബി നമുക്കെതിരെ വൻ ശക്തമായിട്ട് രംഗത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തെ നേരിടാൻ വേണ്ടി നിങ്ങളെല്ലാവരും സംഘടിക്കണം, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ്. അപ്പൊ ഇദ്ദേഹം പ്രതീക്ഷിക്കുന്നത്, മെഡിക്കൽ ലോബി ഇവരുടെ ഈ ഒരു ചികിത്സാ സമ്പ്രദായത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ മെഡിക്കൽ ലോബി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വലിയ ഫണ്ടും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഫണ്ടൊക്കെ കൊടുത്ത് മാധ്യമങ്ങളിൽ സ്വാധീനിച്ചിട്ട് ആ സ്വാധീനത്തിൽപ്പെട്ട് ഇവർക്കെതിരെ ആഞ്ഞടിക്കുന്നു. അപ്പൊ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ മെഡിക്കൽ ലോബിയുടെ ഈ ഒരു സാഹചര്യത്തെ നേരിടാൻ വേണ്ടി എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം. അപ്പോ ഞാൻ ഇത് എന്റെ 40ാമത്തെ വർഷത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു പ്രാക്ടീസ്. അപ്പൊ ഈ 40 വർഷത്തെ ചൈനീസ് അക്കുപഞ്ചർ ചികിത്സാ രംഗത്തെ പ്രവർത്തനത്തിന്റെ വെളിച്ചത്തിൽ പുറകോട്ടു തിരിഞ്ഞു നോക്കിയാൽ, അങ്ങനെ എന്തെങ്കിലും ഒരു മെഡിക്കൽ ലോബി ഇതിനെതിരെ പ്രവർത്തിക്കുന്നതായോ പ്രവർത്തിച്ചതായോ എനിക്ക് അറിവ് ഇല്ല. ഞാനാണെങ്കിൽ ഒരു സംഘടനയിലും അംഗമല്ല. കാരണം എന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു സംഘടനക്കും ഒത്തുപോകാൻ പറ്റാത്ത ഒരു രീതിയാണ്, ആർക്കും കീഴടങ്ങാത്ത ഒരു പരിക്കൽ രീതിയാണ്. അപ്പോൾ ഒരു സംഘടനയിൽ അംഗമാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ നിയമങ്ങൾ അനുസരിക്കുക, അതിന്റെ വ്യവസ്ഥകൾ അനുസരിക്കുക, അതിനെ ചോദ്യം ചെയ്യാതിരിക്കുക, സമൂഹ മധ്യത്തിൽ അതിനെ ന്യായീകരിക്കുക എന്നൊക്കെ ചില ബാധ്യതകൾ കൂടി ഉണ്ട്. അപ്പൊ ഈ സംഘടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല നേട്ടങ്ങളുണ്ട്, പല എതിർപ്പുകളെയും നേരിടാൻ ശക്തി കിട്ടും, പല അവകാശങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കും. ഇതൊക്കെയാണ് സംഘടനയുടെ പ്രധാന ഉദ്ദേശം. അതോടൊപ്പം തന്നെ സംഘടന ഒരു വ്യക്തിയെ അയാളുടെ പരമാവധിയായ സ്വാതന്ത്ര്യത്തെ ഈ സംഘടനയുടെ ചട്ടക്കൂടിലേക്ക് ഒതുക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിന് വഴങ്ങാത്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള സംഘടനയിലും മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള പല മേഖലകളിൽ സംഘടനകൾ അംഗമാകാൻ ക്ഷണിച്ചപ്പോൾ എപ്പോഴും ഞാൻ അതിന് പുറത്ത് നിൽക്കുവാണ് ചെയ്തിട്ടുള്ളത്. ഇവരിപ്പോ പറയുന്ന ഈ
ഇന്ത്യൻ അക്യുപങ്ചർ എന്ന് പറയുന്ന, ഞാൻ ഇന്ന് കുറെ വീഡിയോകളിലൂടെ തരികളോപ്പതി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പരിചയപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചികിത്സാ രീതി ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ സംഘടനയിൽ അംഗമാകാനും എനിക്ക് അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഈ പാസ്സായ ആളുകളൊക്കെ ചെന്ന് അവിടെ ചേരണം. അപ്പോൾ അങ്ങ് ചേർന്ന് കഴിഞ്ഞാൽ അവരുടെ ഓർഗനൈസേഷനിൽ അംഗമായുള്ള ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതിന് പോവാതിരിക്കുക ചെയ്തത്. കാരണം സംഘടനകൾ എക്കാലത്തും വ്യക്തി സ്വാതന്ത്ര്യത്തിന് പരിമിതികൾ കൽപ്പിക്കുന്നു എന്ന എൻ്റെ എക്കാലത്തെയും നിലപാട് കൂടി ആയിരുന്നു. അപ്പോൾ അത് കൂടാതെ നമ്മൾ ഈ ഒരു സിസ്റ്റം തന്നെയും യോജിപ്പല്ല എന്ന കാര്യം ഞാൻ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പുറകോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അക്യുപങ്ചർ എന്ന് പറയുന്ന ഈ ചികിത്സാ സമ്പ്രദായത്തെ വളർത്തുന്നതിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പങ്ക് വളരെ പ്രധാനം ആണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. കാരണം ചൈനയിൽ അക്യുപങ്ചർ എന്ന് പറയുന്ന ചികിത്സാ രീതി വിവിധ ശൈലികളിലായി ചെതറിക്കടന്നിരുന്നു. അതിനൊരു ഏകതാനത ഉണ്ടായിരുന്നില്ല. അപ്പൊ പല രീതികൾ, പല ശൈലികളിൽ ചെതറിക്കടന്നിരുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് അക്യുപങ്ചർ. അപ്പൊ അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ഫോമിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയത് മാവോ സിതു ആണ്. ഇപ്പൊ മാവോ സിതുവിന് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ടുവന്നപ്പോൾ അതിന്റെ വിവിധ ഘട്ടത്തിൽ ഈ കമ്മ്യൂണിസത്തിലേക്ക് പോകുന്ന പ്രക്രിയയിൽ നടന്ന പോരാട്ടങ്ങളിലും അക്യുപങ്ചർ വലിയ പങ്ക് വഹിച്ചിരുന്നു. അത് കഴിഞ്ഞ് ചൈന ഔദ്യോഗികമായി നിലവിൽ വന്നപ്പോൾ അവിടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തകർന്നു കിടന്നിരുന്ന ഒരു ചൈനയാണ് അവർക്ക് കിട്ടിയത്. കുമിൻജാങ് കഷി എന്ന് പറയുന്ന കഷി ഭരിക്കുകയും അതിനു മുമ്പ് രാജാക്കന്മാർ ഭരിക്കുകയും ചെയ്ത് ഭരിച്ച് കൊളമാക്കി പട്ടിണിയും പരിവട്ടവും പകർച്ചവ്യാധികളുമായി നിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ചൈന. 10,000 പടിഞ്ഞാറൻ ശാസ്ത്രം അഥവാ അലോപ്പതി വൈദ്യശാസ്ത്രത്തിൽ പരിശീലനം ലഭിച്ച 10,000 ഡോക്ടർമാരായിരുന്നു അക്കാലത്ത് ചൈനയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ 10,000 ഡോക്ടർമാരെ വെച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കത്തക്ക വിധത്തിലായിരുന്നില്ല ചൈനയുടെ ആരോഗ്യ സ്ഥിതി. ആ ഒരു അവസരത്തിൽ മാവോ സേതുങ് അക്യുപങ്ചർ അടക്കമുള്ള പരമ്പരാഗത ചികിത്സാ രീതികളിലേക്ക് തിരിയുകയും അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ചൈനയുടെ പോരാട്ടത്തെ ശക്തിപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു ഹുനൻ എന്ന് പറയുന്ന പ്രവിശ്യയിൽ നടന്ന ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ അന്നത്തെ 10,000 ഇംഗ്ലീഷ് ഡോക്ടർമാരും ചൈനയിലെ വിവിധ ചികിത്സാ രീതികളും അക്യുപങ്ചർ അടക്കമുള്ള രീതികളും ചേർത്തുകൊണ്ടുള്ള ഒരു പ്രോട്ടോകോൾ രൂപീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചൈനയിലെ ആരോഗ്യത്തെ 1-2 ദശകങ്ങൾ കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ ലെവലിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ചൈനയുടെ ഈ ആരോഗ്യ മാതൃക ലോകാരോഗ്യ സംഘടനയുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. അത് ലോകത്തിന് തന്നെയും മാതൃകയാണ് എന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തു. അപ്പൊ ഈ ലോകാരോഗ്യ സംഘടന അക്കാലത്ത് എന്താ ചികിത്സ? അക്കാലത്ത് ലോകാരോഗ്യ സംഘടന പ്രൊമോട്ട് ചെയ്തിരുന്നത് മോഡേൺ മെഡിസിൻ ആണ്. അപ്പൊ ഈ മോഡേൺ മെഡിസിൻ രംഗത്തുള്ള ലോകാരോഗ്യ സംഘടനയുടെ ആളുകൾ തന്നെയാണ് തിരിച്ചറിയുന്നത് ഓരോ രാജ്യത്തെയും പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളെ മാവോ ചെയ്തതുപോലെ അക്യുപങ്ചറുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് അതാത് രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ലോകാരോഗ്യ സംഘടന അതിലെ അലോപ്പതി ഡോക്ടർമാർ, അലോപ്പതി രോഗി തിരിച്ചറിയുന്നു. അതിന്റെ വെളിച്ചത്തിൽ പഴയ സോവിയറ്റ് റഷ്യയിലെ അൽമ അറ്റായിൽ ചേർന്ന ഒരു മീറ്റിംഗ്, ആ മീറ്റിംഗിൽ വച്ച് 2000 ആണ്ടിൽ എല്ലാവർക്കും ആരോഗ്യം എന്ന് നമ്മൾ പണ്ട് കാലത്ത് കേട്ടിട്ടുള്ള ഒരു മുദ്രാവാക്യം വരുന്നു. അപ്പൊ ഈ 2000 ആണ്ടിൽ എല്ലാവർക്കും ആരോഗ്യം പരമ്പരാഗത ചികിത്സാ രീതികളുടെ സഹായത്തോടു കൂടി എന്നൊരു വാക്ക് കൂടി അതിന്റെ വാലുണ്ട്. അത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെയെല്ലാം കേട്ടിട്ടുള്ളത്. ഏതായാലും ശരി, ആ ഒരു ആശയം മുന്നോട്ട് വെച്ചത് മോഡേൺ മെഡിസിൻ
നേതൃത്വം നൽകുന്ന ലോകാരോഗ്യ സംഘടന ആയിരുന്നു. അതിന്റെ വെളിച്ചത്തിലാണ് ഇന്ത്യയിലെ ആയുർവേദം, ഇന്ത്യയിലെ സിദ്ധവൈദ്യം, ഹോമിയോപ്പതി, പിന്നീട് നാച്ചുറോപ്പതി, യുനാനി, പ്രകൃതി ചികിത്സ, ഏറ്റവും ഒടുവിലായി അക്കുപങ്ക്ചർ അടക്കമുള്ള രീതികൾക്ക് ഇന്ത്യയിൽ അടക്കാം. കാരണം നമ്മളെ ഇന്ത്യ ഗവൺമെന്റും പോയിട്ട് അതിൽ ഒപ്പിട്ട ഒരു മീറ്റിംഗ് ആയിരുന്നു അൽമ അറ്റ ഡിക്ലറേഷൻ. അപ്പൊ അതിനെ തുടർന്നാണ് ഈ ആയുർവേദം അടക്കം ഹോമിയോപ്പതി അടക്കമുള്ള വിവിധ ചികിത്സാ രീതികൾക്ക് കാലാന്തരത്തിൽ ലോകത്തെമ്പാടും അംഗീകാരം വന്നത്. ഇന്ത്യയിൽ മെഡിക്കൽ കൗൺസിലുകൾ വന്ന് അതിനൊക്കെ അംഗീകാരം വന്നു. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ആയുർവേദം അടക്കമുള്ള വിവിധ ചികിത്സാ രീതികൾ ഇന്ന് പറയുന്ന ചികിത്സാ രീതികൾക്ക് ഇന്ത്യയിലടക്കം അംഗീകാരം നൽകുന്നതിലേക്ക് നയിച്ചത് നിങ്ങൾ ഇന്നിപ്പോ പറയുന്ന ഈ മെഡിക്കൽ ലോബി ആണ്. അപ്പോ ഏകദേശം 1960-കൾക്ക് ശേഷം അക്കുപങ്ക്ചർ ഇന്ത്യയിലെത്തി എന്നാണ് പറയുന്നത്. 60-62 കാലമൊക്കെ ആകുമ്പോഴേക്ക് തന്നെ കൽക്കത്തയിലൊക്കെയും അക്കുപങ്ക്ചർ എത്തിയിരുന്നു. അപ്പൊ ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് അമേരിക്കയിലേക്കും അക്കുപങ്ക്ചർ എത്തുന്നത്. അപ്പൊ അങ്ങനെ എത്തിക്കഴിഞ്ഞു. ഒരു സൂചിയുടെ മുത്തി ചില വിദ്വാൻമാർ രോഗങ്ങളൊക്കെ മാറ്റുന്ന ഒരു രീതിയൊക്കെ കണ്ടപ്പോൾ അവിടെ ഇരുന്ന ഇംഗ്ലീഷ് ഡോക്ടർമാർക്കും ഒരു പൂതി, ഇത് പഠിക്കണം. അങ്ങനെ അമേരിക്കയിൽ നിന്നും പല പാശ്ചാത്യ നാടുകളിൽ നിന്നുമുള്ള ഇംഗ്ലീഷ് ഡോക്ടർമാർ ചൈനയിലേക്ക് അക്കുപങ്ക്ചർ പഠിക്കാൻ വേണ്ടി ഒഴുകാൻ തുടങ്ങി. അപ്പൊ അവിടെ നേരിട്ട പ്രശ്നം, ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഭാഷയുടെ പ്രശ്നമാണ്. ചൈനീസ് ഭാഷ പഠിച്ചെടുക്കുക അത്ര വിഷമം ഉള്ള കാര്യമാണ്. അപ്പൊ അന്ന് കാലത്ത്, പഴയകാലത്ത് ചൈനയുടെ അക്ഷരമാല 80,000 ആയിരുന്നു. 80,000 വാക്കുകൾ, അക്ഷരം എന്ന് പറഞ്ഞ ഒരു ഐഡിയോഗ്രാം എന്നാണ് പറയുക. അപ്പൊ അങ്ങനെ 80,000 ഐഡിയോഗ്രാം പഠിച്ചു പോകണം ചൈനീസ് ഭാഷ കേളാക്കാൻ. പിന്നീട് അത് 40,000 എന്ന രീതിയിലേക്ക് ചുരുങ്ങി. എന്നാൽ മാവോ അത് ചുരുക്കി വീണ്ടും കൊണ്ടുവന്ന് അതിനുള്ള ശ്രമങ്ങൾ നടത്തി ഒരു 2000 വാക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ, 2000 ഐഡിയോഗ്രാമുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൈനീസ് ഭാഷ കൈകാര്യം ചെയ്യാം എന്നൊരു ഏകദേശ നിലയിലേക്ക് എത്തിക്കുവാൻ മാവോവിന് സാധിച്ചു. അപ്പൊ അങ്ങനെ ഈ ചൈനീസ് ഭാഷയിൽ ഉണ്ടായിരുന്ന പഴയ ഗ്രന്ഥങ്ങളെ എല്ലാം തർജ്ജമ ചെയ്തു, ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനുള്ള ഒരു ശ്രമം ആദ്യമുണ്ടായി. അപ്പൊ അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇംഗ്ലീഷ് ഡോക്ടർമാർ. അപ്പൊ അങ്ങനെ ഇംഗ്ലീഷ് ഡോക്ടർമാർ ഇത് തർജ്ജമ ചെയ്തിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റി. അങ്ങനെ മാറ്റുകയും അക്കുപങ്ക്ചറിന്റെ പല പേരുകൾക്ക് പഠിച്ചെടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മളൊക്കെ ഉരുവിട്ട് ഷോങ്ഫു, ജുൻമെൻ, ജിയാൻഫു, സിയാബായ്, ചീസേ, ഗോങ്ചി, ലിക്യു, ജിൻഗു, തായ്വാൻ, യു, ജി, ഷാവഷായ്, ഇങ്ങനെ ഉരുവിട്ട് പഠിച്ച് തലയിൽ കയറ്റുകയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഈ ചൈനീസ് ഭാഷയിൽ ഉണ്ടായിരുന്ന പല പോയിന്റുകളും നമ്പറൊക്കെ ഇട്ടുകൊണ്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ഇതേ ലോകാരോഗ്യ സംഘടന, അതിലെ ഇംഗ്ലീഷ് ഡോക്ടർമാരും ആയിരുന്നു. അങ്ങനെ ലോകാരോഗ്യ സംഘടന ഇട്ട നമ്പർ സിസ്റ്റമാണ് ഇന്ന് ഇത് പരിശീലിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു വരുന്നത്. അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എടുക്കുക എന്നൊരു പ്രക്രിയയാണ് പിന്നീട് ഉണ്ടായത്. അപ്പോ അതിവിശാലമായ പരമ്പരാഗത ചൈനീസ് ചികിത്സാ സമ്പ്രദായത്തിന്റെ വലിയ ഗ്രന്ഥങ്ങളും അതിന് സങ്കീർണമായ രീതികളും പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മസാഹസമാണ്. 8 വർഷമാണ് ചൈനയിലെ അക്കാദമികളിൽ അക്കുപങ്ക്ചർ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ 8 വർഷം പഠിച്ച് ചെറുപ്പത്തിലെ പോയി കഴിഞ്ഞ് 8 വർഷമൊക്കെ പഠിച്ച് അതിന്റെ പ്രാക്ടീസലായി വരുമ്പോഴേക്കും ആള് പരലോകത്തേക്ക് മടങ്ങാനുള്ള സമയമാകും. അപ്പൊ അതുകൊണ്ട് അതിനെ യൂറോപ്യൻ ലെവലിലേക്ക് കുറക്കുവാൻ വേണ്ടി 4 വർഷത്തെ ഒരു രീതിയിലേക്ക് പാശ്ചാത്യ നാടുകളുടെ ആവശ്യപ്രകാരം ചൈന മാറുകയും 4 വർഷത്തേക്ക് അതിനെ ചുരുക്കേണ്ട വിധത്തിൽ സിംപ്ലിഫൈ ചെയ്തെടുക്കുകയും ചെയ്തു. അപ്പോഴും പിന്നെയും ആവശ്യം വന്നു, ഒരു 3 മാസത്തെ വിസക്കൊക്കെ ചെന്ന് പഠിച്ചു വരാവുന്ന പറ്റുന്ന രീതിയിലേക്ക് ആക്കണം എന്ന രീതിയിൽ അതിന് വീണ്ടും ചുരുക്കി വളരെ സിംപ്ലിഫൈ ചെയ്ത് ആ ഒരു ഷോർട്ട് കട്ട്, അതിന് ഷോർട്ട് ഗൺ അക്കുപങ്ക്ചർ എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ ഒരു ഷോർട്ട് കട്ടാക്കി മാറ്റുകയും അങ്ങനെ ഇത് കുറെ കുത്തൊഴുക്കായിട്ട് പാശ്ചാത്യ നാടുകളിലേക്ക് പ്രചരിക്കുകയും ചെയ്തു. അപ്പൊ അത് വിദേശത്തേക്ക് കടന്ന പല വഴികളിലൊന്ന്
ഹോങ്കോങ് വഴി, വേറൊന്ന് ശ്രീലങ്ക വഴിയുമാണ്. അപ്പോൾ ഹോങ്കോങ് വഴി പ്രചരിപ്പിച്ച അതിൽ പ്രമുഖനായ ഡോക്ടർ CK ലോ. അപ്പൊ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഡോക്ടർ ആയിരുന്നു. പിന്നെ ശ്രീലങ്ക വഴി കൊണ്ടുവന്നത് പ്രൊഫസർ ആന്റണി ജസൂറിയാണ്. അപ്പൊ അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തും, ചിരകാല സുഹൃത്തും അടുത്ത സുഹൃത്തും ഒക്കെയാണ്. അപ്പൊ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഡോക്ടർ ആയിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഞാൻ 18 വർഷം മെഡിക്കൽ സ്കൂളിൽ ചെലവാക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 18 വർഷം മെഡിക്കൽ പഠനത്തിന് മാറ്റിവെച്ച ആളാണ് പ്രൊഫസർ ആന്റണി ജസൂരി. അപ്പൊ അദ്ദേഹമാണ് ഇതിന്റെ പ്രാമാണികമായ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതൊരു ബൈബിൾ പോലെ ഉപയോഗിക്കാവുന്ന ഒരു ബുക്കാണ്. അപ്പൊ അതിന് A to Z ഇൻ അക്യുപങ്ക്ചർ എന്നാണ് അദ്ദേഹം അതിന്റെ അടിയിൽ അതിനെ വിശദീകരിച്ചിരുന്നത്. A to Z ഇൻ അക്യുപങ്ക്ചർ. അപ്പൊ A to Z ഇൻ അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജയസൂരിയോട് ചോദിച്ചു, ഇതെന്താ അങ്ങനെ A to Z എന്ന് പറഞ്ഞിരിക്കുന്നതോ? അതൊരു വലിയ കാര്യമുണ്ട്. അപ്പൊ ചില ആളുകൾ വിചാരിക്കും അക്യുപങ്ക്ചറിന്റെ A മുതൽ Z വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇതിനകത്തുണ്ട് എന്ന് വിശ്വസിക്കും. അപ്പൊ അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഗംഭീരനായ ഒരു ബുക്കാണ്. അപ്പൊ വേറെ ചില ആളുകൾ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാവും ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല എന്ന്. അപ്പൊ അങ്ങനെ അവർ വന്നിട്ട് നമ്മളോട് പറയും, ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ പറയും, എടോ അത് A to Z അല്ലേ? A to Z എന്ന് പറഞ്ഞാൽ അതിന്റെ അക്ഷരമാല A മുതൽ Z വരെ അക്ഷരം, ബേസിക്. അപ്പൊ ഇതിൽ നമ്മൾ വളരെ ബേസിക്കായ കാര്യം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഊരാം. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ അത് എഴുതിയിരിക്കുന്നത് തമാശയായിട്ട് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഈ പ്രൊഫസർ ആന്റണി ജസൂരി ഒരു ഇംഗ്ലീഷ് ഡോക്ടറാണ്. അപ്പൊ അതുകൂടാതെ ഞാൻ മോഡേൺ അക്യുപങ്ക്ചറിന്റെ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഗ്രന്ഥം, അപ്പൊ ആ ഗ്രന്ഥം എഴുതിയിരിക്കുന്ന ഡോക്ടർ സ്റ്റീൽ നക്പാൽ. ഹീസ് ആൾസോ എൻ MBBS ഡോക്ടർ. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് പല സങ്കീർണ രഹസ്യങ്ങൾ അടങ്ങിയുള്ള ചില പുസ്തകങ്ങൾ ആശ്രയിൽ നിന്നും ഒരു ഡോക്ടർ അയച്ചു തന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ കൈപുസ്തകം ഇതിന്റെ തുടക്ക കാലഘട്ടത്തിൽ എനിക്ക് വളരെ സഹായകം ആയിത്തീർന്നിരുന്നു. അതും ഒരു ഡോക്ടറാണ്. അപ്പൊ അക്യുപങ്ക്ചർ ഉപയോഗിച്ചുകൊണ്ട് കണ്ണു ചികിത്സയെ പറ്റി പഠനം നടത്തിയിരിക്കുന്ന ആളുകൾ, നിരവധി ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് ഇതെല്ലാം ഇംഗ്ലീഷ് ഡോക്ടർമാരാണ്. എന്തിനേറെ പറയുന്നു, നമ്മൾ ഇന്ന് പറയുന്ന ഈ കേരളത്തിൽ മരണം വിതയ്ക്കുന്ന തരികിടോപ്പതി അഥവാ വ്യാജ ചികിത്സ എന്ന് വിളിക്കുന്ന മുട്ടുശാന്തി അക്യുപങ്ക്ചർ, തമിഴ്നാട് മുട്ടുശാന്തി അക്യുപങ്ക്ചറിന്റെ ഫാദർ ആയി അവർ തന്നെ വിശേഷിപ്പിക്കുന്ന ഫസലുർ റഹ്മാൻ, അദ്ദേഹവും ഒരു MBBS ഡോക്ടറായിരുന്നു. അപ്പൊ ഇങ്ങനെ MBBSകാരെ മുട്ടിക്കൊണ്ട് അക്യുപങ്ക്ചർ രംഗത്തേക്ക് നടക്കാൻ പറ്റുകയില്ല. അപ്പൊ ഇതിന്റെ വികാസത്തിനും ഇതിനിവിടെ അംഗീകാരം കിട്ടുവാൻ വേണ്ടിയും ലോകത്ത് അംഗീകാരം കിട്ടുവാൻ വേണ്ടിയും ഒക്കെ കഠിന പരിശ്രമം നടത്തിയിരുന്നത് ഇംഗ്ലീഷ് ഡോക്ടർമാർ ആണ്. അപ്പോ അമേരിക്കയിൽ ഇങ്ങനെ ഈ ഡോക്ടർമാരെല്ലാം പഠിച്ചു വന്ന് പ്രാക്ടീസ് ചെയ്ത് ഗംഭീരന്മാരായപ്പോ അവിടെ അതുവരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന മറ്റു കുറെ ഇംഗ്ലീഷ് ഡോക്ടർമാർക്ക് പ്രശ്നമായി. അപ്പൊ അവരുടെ പ്രാക്ടീസിനെ ബാധിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ സംഘടനകളോട് പറഞ്ഞു, ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഇവർക്കുണ്ട്, ഇപ്പൊ ഇതിനെന്തെങ്കിലും നേരിടാൻ പറ്റുമോ? അങ്ങനെ സംഘടനയെ ആലോചിച്ചുകൊണ്ട് ഇതിനെ തടയാൻ വേണ്ടി ഒരു തിയറി കൊണ്ടുവന്നു, പ്ലാസിബോ എഫക്റ്റ് തിയറി. അപ്പൊ അത് നമുക്ക് പഠിക്കാനുള്ള ഒരു തിയറിയാണ്. അപ്പോ അക്യുപങ്ക്ചർ പ്രവർത്തിക്കുന്നത് പ്ലാസിബോ ആണ്. പ്ലാസിബോ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഒന്നായ നിന്നേഹ ഉണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായതിണ്ടൽ ബന്ധമിണ്ടാവതല്ല മമ എന്ന് പറഞ്ഞതുപോലെ അക്യുപങ്ക്ചർ പ്രവർത്തിക്കുന്നത് ഒരു തോന്നൽ നിന്നാണ് എന്നാണ് ഈ പ്ലാസിബോ കൊണ്ട് വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ ഈ പ്ലാസിബോ എഫക്റ്റ് തിയറിയെ നടപ്പാക്കിക്കൊണ്ട് ഇതിന്റെ വളർച്ച തടയാൻ വേണ്ടി അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ശ്രമിച്ചു. എന്നാൽ ഉണ്ടായ കാര്യം എന്തെന്നാൽ ഇതേ അലോപ്പതി ഡോക്ടർമാർ തന്നെ ഗവേഷണം നടത്താൻ തുടങ്ങി. ഡോക്ടർ ഹാൻ എന്ന് പറയുന്ന ബീജിംഗ് സർവകലാശാലയിലെ പ്രൊഫസർ, അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എലികളിൽ പരീക്ഷണം നടന്നു. നിരവധി പരീക്ഷണങ്ങൾ അമേരിക്കയിലും പല പാശ്ചാത്യ നാടുകളിലും നടന്നു. ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ മൃഗങ്ങളിൽ അക്യുപങ്ക്ചർ ഇഫക്റ്റീവാണ്, കൊച്ചുകുട്ടികളിൽ ഇഫക്റ്റീവാണ്. ഈ കുട്ടികൾക്ക് അറിയില്ലല്ലോ ഇതിങ്ങനെ നമ്മുടെ മേത്ത് കുത്തിയായി ഇത് ഇഫക്റ്റ് ആവും, അക്യുപങ്ക്ചർ എന്നുള്ള ചികിത്സ ചെയ്യുന്നുണ്ട്.
അപ്പൊ അതുകൊണ്ട് ഇതൊരു നല്ല ചികിത്സയാണ് എന്നൊരു വിശ്വാസം കുട്ടികൾക്ക് ഉണ്ടാവുകയില്ല. അങ്ങനെ കുട്ടികൾ ഇഫക്റ്റീവാണ്, മൃഗങ്ങളിൽ ഇഫക്റ്റീവാണ് എന്ന് പറഞ്ഞതോടുകൂടി പ്ലാസിബോ എഫക്റ്റ് തിയറി തന്നെ അട്ടത്ത് വെക്കേണ്ട സ്ഥിതി ഉണ്ടായി. അപ്പൊ അത് കൂടുതൽ ആളുകൾ വീണ്ടും പഠിക്കുകയും, അപ്പൊ ഈ പ്ലാസിബോ എഫക്റ്റ് കൊണ്ട് ഇതിനെ തടയാൻ പറ്റുന്നില്ല സ്ഥിതി വന്നപ്പോൾ ഒടുവിൽ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ അക്കുപങ്ക്ചറിന് മുമ്പിൽ കീഴടങ്ങി. അപ്പോ ഡിക് തോംസൺ എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരൻ ഒരിക്കൽ നമ്മുടെ ഒരു സമ്മേളനത്തിൽ പറഞ്ഞത്, every dogs and horses in USA prefer acupuncture to modern medicine. അപ്പോ ഈ മോഡേൺ അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് മൃഗങ്ങളും അഥവാ കുതിരയും നായ്ക്കളും ഒക്കെയും ആധുനിക വൈദ്യശാസ്ത്രത്തെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അക്കുപങ്ക്ചറാണ് എന്നാണ് ഡിക് തോംസൺ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരുപാട് തമാശകളുണ്ട്. അപ്പൊ ഇവരൊക്കെ തന്നെയും മോഡേൺ മെഡിസിൻ. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞു വരുന്നത് ഈ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ഇതിനെ എതിർത്ത് അവസാനം അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ അക്കുപങ്ക്ചറിന് മുമ്പിൽ കീഴടങ്ങുകയും ഇന്ന് പിന്നീട് ഈ റിസർച്ചൊക്കെ നടത്തിയിട്ട് വരുന്ന തീസിസ്, ഞാൻ ഇത് കുറച്ചൊരു മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ പ്രസിദ്ധീകരിക്കുന്നത് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ ജേണലിലാണ് എന്നൊരു സ്ഥിതി വന്നു. അതായത് അക്കുപങ്ക്ചർ ചികിത്സയുടെ വലിയ പ്രൊമോട്ടർമാരായിട്ട് ഇംഗ്ലീഷ് ഡോക്ടർമാർ മാറി. ഇന്ത്യയിൽ സെൻട്രൽ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്, ആ മെഡിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മോഡേൺ മെഡിക്കൽ സയൻസിന്റെ റിസർച്ചിന് വേണ്ടി ഉള്ള ഗവൺമെന്റ് ബോഡിയാണ്. അതിന്റെ ഡയറക്ടർ ജനറൽ അദ്ദേഹവും വിവിധ മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾ ആയിട്ടുള്ള ഒരു സംഘം, ആ സമിതിയാണ് പഠനം നടത്തിയിട്ട് അക്കുപങ്ക്ചർ ഇവിടെ അംഗീകാരം കൊടുക്കണമെന്ന് പറഞ്ഞത്. അതിന്റെ വെളിച്ചത്തിലാണ് അക്കുപങ്ക്ചർ ഇവിടെ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇവരൊക്കെയും മോഡേൺ മെഡിസിന്റെ ആളുകളാണ്. ഇവരെല്ലാം ഇതിനെ പ്രൊമോട്ട് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ ഒറ്റ അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ട് പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് ഒരു ക്ലിനിക്ക് ഇട്ടത് ഒരു നഗരത്തിന്റെ ഒരു മുഖത്തായിരുന്നു. അപ്പൊ അതിന്റെ അടുത്ത് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ അയാള് കുറച്ച് പൈസയെല്ലാം കൊടുത്ത ഒരാളോട് ഇന്ന് തല്ലി ഓടിക്കുവാൻ വേണ്ടി കുറച്ച് ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അയാൾ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. അപ്പൊ ഈ ഗൈനക്കോളജിസ്റ്റും അക്കുപങ്ക്ചറും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല, അയാൾക്ക് ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അദ്ദേഹം കുറച്ച് ആളുകൾക്ക് പൈസയെല്ലാം കൊടുത്ത് അടിക്കാൻ ഏൽപ്പിച്ചു. അങ്ങനെ ഈ പൈസ കിട്ടിയ വേന്ദ്രന്മാർ അഡ്വാൻസ് വാങ്ങിയ പൈസ കൊണ്ട് നല്ല മദ്യം വാങ്ങി റോഡ് അരികിൽ ഇരുന്ന് കുടിച്ചു. അത് കുടിച്ചു പൂസായിട്ട് അതിനകത്തുള്ള ഒരു കുഞ്ഞിരാമൻ എന്ന് പറയുന്ന വിദ്വാൻ ഫുൾ പൂസായി റോഡിലൂടെ വിക്രിയ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. അപ്പോ ഇതിലെ വേറൊരു കുഞ്ഞിരാമൻ വരുന്നു. ഈ കുഞ്ഞിരാമൻ ഒരു തീപ്പെട്ടി കമ്പനി മുതലാളി, നമ്മുടെ അടുത്ത ഒരു സുഹൃത്തും അഭ്യുതകാംക്ഷിയും ഒക്കെയാണ്. അപ്പൊ അദ്ദേഹം ഈ കുഞ്ഞിരാമനോട് എന്താടാ ഈ ഇങ്ങനെ റോഡിൽ നിന്ന് വെള്ളം കളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് കമ്പനി കൂട്ടിയിട്ട് പോകുന്ന സമയമാണ് ഇത്, ഈ മുതലാളി കുഞ്ഞിരാമട്ടൻ. അപ്പൊ ഈ കുഞ്ഞിരാമട്ടൻ ചോദിച്ചപ്പോ പറഞ്ഞു, ഇങ്ങനെ ഒരാളെ തല്ലാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ കിട്ടി, ഞാൻ കുടിച്ചിന് ശേഷം അധികമായി പോയി കുഞ്ഞിരാമട്ട ഷോറി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കുഞ്ഞിരാമട്ടൻ പറഞ്ഞു, ആരാടാ ഈ നല്ലണ്ടേന്ന് വെച്ചു. അതേപോലെ ഇങ്ങനെ പുതുതായിട്ടൊരു അക്കുപങ്ക്ചറിന്റെ ഒരു ഒരുത്തം വന്നിട്ട് വീഡിയോ തുടങ്ങിയിട്ടുണ്ട്, അയാളെ തല്ലണം. അപ്പൊ കുഞ്ഞിരാമട്ടൻ പറഞ്ഞു, നീ തല്ലിയിട്ടുണ്ടെങ്കിൽ എന്റെ കാലിന്റെ മുട്ട് ഞാൻ തച്ചു കൊടുക്കും, അത് എന്റെ മോനാളാണ്, ഞാനാണോ ഇവിടെ കൊണ്ടുവന്നത് അപ്പോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കുഞ്ഞിരാമട്ടൻ പിന്നീട് ഒരു 2-3 ആളുകളെ എനിക്ക് സെക്യൂരിറ്റിക്ക് കുറെ കാലത്തേക്ക് ഏർപ്പാടാക്കി. അപ്പൊ ഈ സെക്യൂരിറ്റിക്കാര് എന്നോടൊന്നും പറഞ്ഞില്ല, എന്റെ പുറകെ ഞാൻ ഇങ്ങനെ കൂടി വരുമ്പോ എന്റെ പുറകെ ഇവരിപ്പോ ഉണ്ടാവും. അത് കുറെ ദിവസം നടന്നു കഴിഞ്ഞപ്പോ എനിക്കൊരു സംശയം. അപ്പോ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു, എന്താ നിങ്ങൾ എന്റെ പുറകെ നടക്കുന്നത്? അപ്പൊ അന്നേരം പറഞ്ഞു, ഇങ്ങനെ കുഞ്ഞിരാമട്ടൻ പറഞ്ഞിട്ടാണ്. കുഞ്ഞിരാമട്ടനോട് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇനി മേലെ നിങ്ങൾ എന്റെ പുറകെ നടക്കരുത്, ഞാൻ കുഞ്ഞിരാമട്ടനോട് ചോദിച്ചു പോകുന്നു. അങ്ങനെ കുഞ്ഞിരാമട്ടനെ കണ്ട് ഞാൻ ചോദിച്ചപ്പോൾ കുഞ്ഞിരാമട്ടൻ പറഞ്ഞു, ഇങ്ങനെയാ സംഭവം, നിന്നെ തല്ലാൻ വിളിച്ചില്ല, ഒരു പരിപാടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് സുരക്ഷിതത്തിന് ആക്കിയതാണ്. അപ്പൊ ഞാൻ കുഞ്ഞിരാമട്ടനോട് ഞാൻ പറഞ്ഞു, കുഞ്ഞിരാമട്ടൻ എത്ര കാലം എനിക്ക് സെക്യൂരിറ്റി തരാൻ പറ്റും, അതുകൊണ്ട് നാളെ മുതൽ അവരെ അയക്കണം. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു. ഉടനെ ഞാൻ ഒരു കരാട്ടെ പഠനം ആരംഭിച്ചു. ഒരാശാനെ പിടിച്ചുകൊണ്ടുവന്ന് 1 കൊല്ലത്തോളം ആശാന്റെ കീഴിൽ നാട്ടിൽ നിന്ന് പഠിച്ചു. പിന്നീട് അക്കാദമിയിൽ ചേർന്നു. അത് വലിയൊരു
ജീവിതത്തെ വലിയൊരു മുതൽക്കൂട്ടായി മാറി. ഞാൻ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. അവിടുന്ന് പിന്നീട് ആയോധന കലകളുടെ മഹാസാഗരത്തിലേക്ക് എടുത്തു ചാടി നാട്ടിലുള്ള കണ്ണിൽ കണ്ട സകല വിദ്യകളിലേക്കും കൈവെക്കാനുള്ളൊരു വാതിൽ തുറന്നു കിട്ടി. അപ്പൊ ആ കുപ്പഞ്ചർ ഞാൻ തുടങ്ങിയ കാലത്ത് സൂചിയും ഞാനും എടുത്തു വെച്ചാൽ ഏതാണോ ഇതിൽ ഉഷാറ് എന്ന് തോന്നിയിരുന്ന ഒരു ആൾ വിവിധ ആയോധന കലകൾ പഠിച്ച് കായികമായും മാനസികമായും രൂപപ്പെട്ട് വരുന്നതിലേക്ക് ആ ഒരു സംഭവം നയിച്ചു. അപ്പൊ ആ ഡോക്ടർ ഇപ്പോൾ നിലവിലില്ല. അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും അദ്ദേഹത്തിന് പോയിട്ടൊരു കൈ കൊടുക്കുമായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തെ വലിയ പോസിറ്റീവായി മാറ്റുന്നതിൽ ആ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഒറ്റ സംഭവങ്ങൾ അങ്ങനെയൊക്കെ കണ്ടേക്കാം. ഞാൻ വളരെ ദീർഘകാലം ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ആശുപത്രിയിൽ രോഗികളെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതിന്റെ ഉടമയായിരുന്ന ആള് എന്റെ അയൽവാസിയായിരുന്ന ഒരു ദന്ത ഡോക്ടറെ അടുത്ത് പറഞ്ഞേക്കുവാണ്, അവരോട് ഇവിടെ കുറച്ച് കൊണ്ടുവന്ന് കടത്താൻ പറയും. അങ്ങനെ ഞാൻ പിന്നീട് ആ ഡോക്ടറുമായി പരിചയപ്പെടുകയും ആവശ്യം വന്നപ്പോൾ രോഗികളെ അവിടെ അഡ്മിറ്റ് തുടങ്ങുകയും ചെയ്തു. അപ്പൊ അത് കുറെ വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരു ഡോക്ടർ വന്ന് വിളിക്കുന്നു, ഓനോടൊന്ന് നിങ്ങൾ വരാൻ പറയും. അങ്ങനെ ഞാൻ പോയി. അപ്പൊ അവര് പറഞ്ഞു, നമ്മളെ സ്ഥാപനം കുറെ വർഷങ്ങളായി കൂട്ടിക്കിടക്കുവാണ്, നീ അത് ഏറ്റെടുത്ത് തുടങ്ങി ആടെ രോഗീനെ എന്നെ നടത്തിയാട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ തുടങ്ങിക്കോ, ഞാൻ കുറച്ച് ആൾക്കാർ നടത്തി തരാം. അങ്ങനെ ആ രണ്ടാമത്തെ ആശുപത്രി 8 വർഷത്തോളം പൂട്ടിയിട്ട് ആശുപത്രി തുറന്നു. ഞാൻ രോഗിനെ അഡ്മിറ്റാക്കി കൊടുത്തു. ആ ആശുപത്രി ഇന്ന് കണ്ണൂർ നഗരത്തിലെ പ്രശസ്ത ആശുപത്രിയായി മാധവറാവു സിന്ധ്യ ഹോസ്പിറ്റൽ എന്ന രീതിയിൽ അറിയപ്പെടുന്നു. അപ്പൊ അത് അശ്വിനി ഹോസ്പിറ്റലായിരുന്നു ഞാൻ അങ്ങനെ പൂട്ടിച്ചു തുറന്നപ്പോൾ. അപ്പൊ 8 വർഷം പൂട്ടിയ അലോപ്പതി ആശുപത്രിയെ ഒരു സൂചി വിദ്വാൻ പോയിട്ട് തുറപ്പിക്കുകയും അതിനെ വളർത്തുകയും ഇന്ന് മാധവരാവു സിന്ധ്യ ആശുപത്രി എന്ന രീതിയിൽ കണ്ണൂര് എണ്ണം പറഞ്ഞ ആശുപത്രിയിൽ നിൽക്കുന്നു. ചൈതന്യ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആശുപത്രിയാണ് ഞാൻ ആദ്യം അഡ്മിറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഇവിടെയൊക്കെയും പ്രവർത്തിച്ചപ്പോൾ നിരവധി ഇംഗ്ലീഷ് ഡോക്ടർമാരുടെ കൂടെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അവരാരെങ്കിലും എനിക്കിട്ട് താങ്ങിയതായിട്ട് ഒരനുഭവമില്ല. അവരെല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ തുടക്കകാലത്ത് നേരത്തെ ഈ ഒരു കഥ പറഞ്ഞെങ്കിലും അവിടെ തന്നെയുള്ള ഒരു MD ഡോക്ടർ ജയരാജൻ എന്ന പേരുള്ള ഒരു MD ഡോക്ടർ എനിക്ക് അതിശക്തമായ പിന്തുണയും പ്രോത്സാഹനവുമാണ് തന്നിട്ടുള്ളത്. നിരവധി ഡോക്ടർമാരെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. നിരവധി ആളുകളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഞാൻ കണ്ണൂർ AKG ആശുപത്രിയിൽ രോഗിയെ അഡ്മിറ്റ് ചെയ്ത ഒരു സംഭവമുണ്ട്. അപ്പൊ അതിന് ഇടയാക്കിയിരുന്നത് അവിടുത്തെ അന്നത്തെ മെഡിക്കൽ ഡോക്ടർ, അതിന്റെ തലവനായിരുന്ന മുരളി ഡോക്ടറായിരുന്നു. അപ്പൊ അദ്ദേഹമായിട്ടുള്ള ആ ഒരു പരിചയപ്പെടലും പിന്നീട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ മോഡേൺ മെഡിസിൻ ലോബി അക്കുപഞ്ചറിന്റെ വളർച്ചയിൽ, എന്റെ വ്യക്തിപരമായ വളർച്ചയിൽ പോസിറ്റീവായ രീതിയിൽ പലതരത്തിലും സഹായം ആയിത്തീർന്നിട്ടുണ്ട്. ലോകത്തിൽ അക്കുപഞ്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അഥവാ MBBS ഡോക്ടർമാർ വഹിച്ച അത്രയും പങ്ക് വഹിച്ച വേറെ ആരുമില്ല എന്നതാണ് അനുഭവം. അതുകൊണ്ട് മെഡിക്കൽ ലോബി ഇതിനെ തകർക്കുന്നു, ഇതിനെ നശിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറും മണ്ടത്തരം ആണ് എന്നാണ് എൻ്റെ അനുഭവം. കാരണം ഈ അക്കുപഞ്ചർ രംഗത്ത് ഇന്ത്യയിൽ മൊത്തം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗവും ഉള്ളത് മെഡിക്കൽ ഡോക്ടർമാർ തന്നെ ആണ്. താങ്ക് യു.